Hi everybody, EZ nomenclature system, RS system, DL system and erythro-3U systems. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, EZ nomenclature system എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനു മുൻപായി നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം എന്താണെന്നും സിസ് ട്രാൻസ് ഐസോമറിസം എന്താണെന്നും മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് EZ nomenclature system എന്തിനാണ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റൂ. സോ ഫസ്റ്റ് തിങ്, ജോമെട്രിക്കൽ ഐസോമറിസം എങ്ങനെയാണ് ജോമെട്രിക്കൽ ഐസോമറിസം അറൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. Arises due to restricted rotation around C double bond C, C double bond O, C double bond N, etc. എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ്സ് സേ നമ്മളൊരു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഒരു ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. നൗ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെ ഒരു ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആയിരിക്കത്തില്ല. അതായത് റൊട്ടേഷൻ എന്തായിരിക്കും? റെസ്ട്രിക്റ്റഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. എപ്പോഴാണോ റെസ്ട്രിക്റ്റഡ് ആവുന്നത് അങ്ങനെ അറൈസ് ചെയ്യുന്ന ഐസോമറിസം ആണ് ജോമെട്രിക്കൽ ഐസോമറിസം. നമുക്ക് പറയാം അല്ലേ? Arises due to restricted rotation around C double bond C, C double bond O, C double bond N, etc. എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ കാർബൺസ് ഇതാണ് എന്ത്? റെസ്ട്രിക്റ്റഡ് സൈഡ്സ്. നമ്മൾ പറയും എന്താണ്? ഇതാ ഈ ഡബിൾ ബോണ്ട് അക്രോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരെ വിളിക്കും എന്താണ്? റെസ്ട്രിക്റ്റഡ് സൈഡ്സ്. റെസ്ട്രിക്റ്റഡ് സൈഡ്സ്. ഈ രണ്ട് കാർബണിനെ നമ്മൾ വിളിച്ചു പോരും റെസ്ട്രിക്റ്റഡ് സൈഡ്സ്. നോക്കൂ, ദാ ഇവിടെയും എന്താണ്? റെസ്ട്രിക്റ്റഡ് സൈഡ്സ് ആണ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാ ഞാനിവിടെ എഴുതിയതുപോലെ GI ആർ ഓൾസോ നോൺ ആസ് ഡയാസ്റ്റീരിയോമേഴ്സ്. എന്താണ് ഡയോസ്റ്റീരിയോമേഴ്സ്? ബേസിക്കലി ഇറ്റ് ഈസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ നോൺ മിറർ ഇമേജസ് ആണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ നോൺ മിറർ ഇമേജസിനെയാണ് ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്താണ്? ലെറ്റ്സ് സേ നമ്മൾ ഇവിടെ ഒരു മിറർ പ്ലെയിൻ വെക്കുകയാണ്. ഇത് ഇവരുടെ മിറർ ഇമേജ് ആണോ? അല്ല അല്ലേ? ഇവരുടെ മിറർ ഇമേജ് ആണോ ഇത്? എ ബി. ഇവിടെ എന്ത് വരണം? ഇവിടെ എ വരണമായിരുന്നു. ഇവിടെ എന്ത് വരണമായിരുന്നു? ബി വരണമായിരുന്നു. വിച്ച് മീൻസ് ദീസ് ആർ നോട്ട് മിറർ ഇമേജസ്, നോൺ മിറർ ഇമേജസ്. പക്ഷേ ഇവരെ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ? എന്താണ് സൂപ്പർ ഇമ്പോസിബിൾ? ഈ പിക്ചർ അതേപോലെ എടുത്ത് ഇവിടെ വെക്കുകയാണെങ്കിൽ ഇമ്പോസിബിൾ ആണോ? അല്ല, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഇനി നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണെങ്കിൽ നമ്മൾ അവരെ ഒരു പേര് വിളിക്കുമായിരുന്നു ഇനാൻഷ്യൂമേഴ്സ്. ബട്ട് GI എന്താണ്? ഡയാസ്റ്റീരിയോമേഴ്സ് ആണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഓൾറൈറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിസ് ട്രാൻസ് GI ആക്ച്വലി ഷോസ്, GI യെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അല്ലെ? സിസ് ട്രാൻസ് ഐസോമറിസം ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് സിമിലർ ഗ്രൂപ്പ് സെയിം സൈഡിലാണെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? സിസ് ഐസോമർ എന്ന് വിളിക്കും അല്ലെ? ഇതാണ് സിസ് ഐസോമർസ്. നോക്കൂ, എ എ സെയിം സൈഡ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കും സിസ് ഐസോമർ എന്ന് വിളിക്കും. ഇനി എ എ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ, ഇതാ ഓപ്പോസിറ്റ് സൈഡിലാണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കും. അതായത് സിമിലർ ഗ്രൂപ്പ് സെയിം സൈഡിലാണെങ്കിൽ നമ്മൾ സിസ് ഐസോമർ എന്ന് വിളിക്കുന്നു. സിമിലർ ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ട്രാൻസ് ഐസോമർ എന്ന് നമ്മൾ വിളിച്ചു പോരുന്നു. ഇനി ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴൊക്കെയാണ് ആക്ച്വലി മോളിക്യൂൾസ് ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെസ്ട്രിക്റ്റഡ് സൈഡ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇവരുടെ റെസ്ട്രിക്റ്റഡ് സൈഡ്സ് ഏതൊക്കെയാണ്? ദാ ഇതാണ് റെസ്ട്രിക്റ്റഡ് സൈഡ്സ് അല്ലേ? ഈ റെസ്ട്രിക്റ്റഡ് സൈഡ്സിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാണിക്കൂ? ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കിയേ, ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് സിസ് ട്രാൻസ് ഐസോമറിസം അല്ലേ? ഇത് സിസ് ആണ്, ട്രാൻസ് ആണ്. നോക്കിക്കോളൂ, എ എ ഇതെന്താണ്? സിസ് ആണ്. നോക്കൂ, ഈ റെസ്ട്രിക്റ്റഡ് സൈഡ്സിൽ ദാ ഇവിടെ എന്താണ്? എ, ഇവിടെ എന്താണ്? ബി. ഡിഫറെൻറ്റ് ഗ്രൂപ്പ് അല്ലേ? ദാ ഇതൊരു റെസ്ട്രിക്റ്റഡ് സൈഡ്സ് ആണ്, എ ആണ്, ബി ആണ്. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം. ഇനി ഇവിടെ നോക്കിയേ, ദാ എ ബി, എ ബി ഇതൊക്കെയാണ് റെസ്ട്രിക്റ്റഡ് സൈഡ്സ്. സോ ഇവർ രണ്ടുപേരും എന്ത് കാണിക്കും? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കൂ, ദാ ഇതാണ് ഈ മോളിക്യൂളിൻ്റെ എന്ത്? റെസ്ട്രിക്റ്റഡ് സൈഡ്സ്. ഈ കാർബണിൽ നോക്കുമ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓപ്പോസിറ്റ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ എയും എന്താണ്? സെയിം ആണ് അല്ലേ? ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണോ? നോ, ഇറ്റ് ഈസ് സെയിം ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യത്തില്ല? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സിമിലർ കേസ് ആണ് ഇവിടെ. ദാ
റെസ്ട്രിക്റ്റഡ് സൈറ്റ്സിൽ എന്താണ്, ദിസ് ഇസ് ദ റെസ്ട്രിക്റ്റഡ് സൈറ്റ്, ദീസ് ആർ ദ റെസ്ട്രിക്റ്റഡ് സൈറ്റ്സ്. ഇവിടെ എന്താണ്, ഡിഫറൻ്റ് ആണ്. പക്ഷെ അത് മതിയോ, പോരാ. എന്താണ്, ഈ രണ്ട് റെസ്ട്രിക്റ്റഡ് സൈറ്റ്സിലും റെസ്ട്രിക്റ്റഡ് സൈറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വേണം. പക്ഷെ ഇവിടെ എന്താണ്, സെയിം ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ കാണിക്കാൻ പറ്റുമോ, ഇല്ല. നോ, ദേ കനോട്ട് എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് നമുക്ക് പറയാം. നൗ നിങ്ങൾ പറയൂ, ഏതൊക്കെയാണ് ഇവിടെ സിസ് ട്രാൻസ് കാണിക്കുന്നത് എന്ന് നോക്കൂ. CL നിങ്ങൾ ഇവരെ നോക്കേണ്ട ആവശ്യമില്ല. സിമിലർ ഗ്രൂപ്പ്സ് ഓൺ സെയിം സൈഡ് അല്ലേ. റെസ്ട്രിക്റ്റഡ് സൈറ്റ്സ് നോക്കൂ, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അല്ലേ, അതെ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, CL. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും, സിസ് ആയിരിക്കും അല്ലേ. ഇത് നോക്കിയേ, ദാ ഇത് ആൽക്കൈലാണ് അല്ലേ. നിങ്ങൾ ഇപ്പൊ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ ഒന്നും തന്നെ സിമിലർ സെയിം അല്ലല്ലോ എന്ന്. ഞാൻ എന്താണ് പറഞ്ഞത്, സിമിലർ എന്നാണ് പറഞ്ഞത്. സോ ദിസ് ഈസ് ഓൾസോ വോട്ട്, ആൽക്കൈൽ. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും, ട്രാൻസ് കോൺഫിഗറേഷൻ ആയിരിക്കും അല്ലേ, ട്രാൻസ് കോൺഫിഗറേഷൻ. ഇവിടെയാണെങ്കിലോ നോക്കൂ, ഹൈഡ്രജൻ അഗെയിൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആണ് അല്ലേ. സിമിലർ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലാണ്, ട്രാൻസ് ആയിരിക്കും. അഗെയിൻ ഇവിടെ എന്താണ്, ഫ്ലൂറിനുമാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ട്രാൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് EZ നോമൻക്ലേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാം. നൗ വാട്ട് ഈസ് ആക്ച്വലി EZ നോമൻക്ലേച്ചർ, എപ്പോഴാണ് ആക്ച്വലി EZ നോമൻക്ലേച്ചർ നമ്മൾ പറയേണ്ടത്, സിസ് ട്രാൻസ് ഐസോമറിസം ഫെയിൽ ആകുമ്പോഴാണ്. when cis trans isomerism fails, അപ്പോഴാണ് നമുക്ക് എന്ത് പറയുന്നത്, EZ നോമൻക്ലേച്ചർ പറയുന്നത്. ലെറ്റ്സ് സേ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, OHF CH3NH2. നിങ്ങൾക്ക് എവിടെയെങ്കിലും സിമിലർ ഗ്രൂപ്പ്സ് കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല അല്ലേ. അതായത് നിങ്ങൾക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റത്തില്ല, സിസ് ട്രാൻസ് ഐസോമറിസം പറയാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ EZ നോമൻക്ലേച്ചർ പറയുന്നത്. Now what is actually E and Z? Z represents Zusammen. Okay, Zusammen, which means German word ആണ്, which means same side എന്ന് നമുക്ക് പറയാൻ പറ്റും. Alright, same side. E represent Antigen. എന്താണ്, Antigen, which means എന്താണ്, opposite side എന്ന് നമുക്ക് പറയാൻ പറ്റും, which is opposite side. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിന് നമുക്ക് EZ നോമൻക്ലേച്ചർ, സിസ് ട്രാൻസ് ഐസോമറിസം നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഇവിടെ പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം, EZ നോമൻക്ലേച്ചർ പറയാൻ പറ്റണം. പക്ഷേ ഇത് പറയുന്നതിന് മുൻപേ നമുക്ക് കുറച്ച് റൂൾസ് അറിഞ്ഞിരിക്കണം, വിച്ച് വി കോൾഡ് CIP റൂൾസ്, അല്ലെങ്കിൽ കാൻ ഇൻഗോൾഡ് പ്രിലോഗ് റൂൾ എന്ന് നമ്മൾ പറയും. 3 സയന്റിസ്റ്റ് ആണ്, കാൻ ഇൻഗോൾഡ് പ്രിലോഗ് എന്ന് പറയുന്ന 3 സയന്റിസ്റ്റ്. സോ റൂൾ നമ്പർ 1, ഗ്രേറ്റർ ദി അറ്റോമിക് നമ്പർ ഹയർ വിൽ ബി ദി പ്രയോറിറ്റി. നമ്മൾ നമ്പർ ചെയ്യുക അറ്റോമിക് നമ്പറിന്റെ ബേസിസിൽ. നോക്കൂ, ഇതാണ് നമ്മുടെ റെസ്ട്രിക്റ്റഡ് സൈറ്റ്സ് അല്ലേ. റെസ്ട്രിക്റ്റഡ് സൈറ്റ്സിൽ ഇവിടെ OH ആണ്, ഇവിടെ എന്താണ്, ഫ്ലൂറിനാണ്. അപ്പോൾ ഇവരുടെ അറ്റോമിക് നമ്പറിന്റെ ബേസിസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റം നോക്കുക. ഇവിടെ എന്താണ്, ഈ ഫ്ലൂറിനല്ലേ 1 നമ്പർ കൊടുക്കേണ്ട വരിക അല്ലേ. ഹയർ അറ്റോമിക് നമ്പർ ആർക്കാണ്, ഫ്ലൂറിനാണ്. ഇനി ഇവിടെ നോക്കുക, കാർബൺ ആണ്, നൈട്രജൻ ആണ്, ആർക്കായിരിക്കും 1 എന്ന് കൊടുക്കേണ്ട വരിക. യെസ്, ഇതാണ് 1 എന്ന് കൊടുക്കേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ ഇവർ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, 1ഉം 1ഉം എന്താണ്, ഓപ്പോസിറ്റ് സൈഡാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 എന്ന് എഴുതാൻ പറ്റും, എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെന്ത് വിളിക്കും, E എന്ന് നമ്മൾ വിളിക്കും, Antigen എന്ന് നമ്മൾ വിളിക്കും. Now the same thing, ഇവിടെ എന്താണ്, ഫ്ലൂറിൻ ആണ്, ഫ്ലൂറിൻ 1 എന്ന് കൊടുക്കുക. ഇവിടെ എന്തായിരിക്കും, CH3 ഉണ്ട്, NH2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കോൺഫിഗറേഷൻ എന്തായിരിക്കും, Z ആയിരിക്കും, Zusammen ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഇനി ഇതേ കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. സോ നൗ സെക്കൻഡ് തിങ്, റൂൾ നമ്പർ 2, if atomic number of first atom is same, then go for the next atom and rule number 1. അതായത് ഇവിടെ ഞാൻ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ 1 എന്ന് കൊടുക്കുന്നു. ഇനി ഇവരിൽ ആരാണ് ആക്ച്വലി 1? നോക്കൂ, ആദ്യത്തെ ആറ്റം എന്താണ്, 2ഉം കാർബൺ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ആറ്റം എടുക്കുക. അടുത്ത ആറ്റം ഏതാണ്, ഹൈഡ്രജൻ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആറ്റം എന്താണ്, ഇവിടെ എല്ലാം ഹൈഡ്രജൻ ആണ്, ഇവിടെ 2 ഹൈഡ്രജൻ, പിന്നെ ഉള്ളത് ആരാണ്, കാർബൺ ആണ് അല്ലേ. കാർബൺ ആണെങ്കിൽ ഇവർക്കല്ലേ പ്രയോറിറ്റി കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇവരായിരിക്കും 1. ഓൾറൈറ്റ്, അപ്പോൾ ഇതെന്തായിരിക്കും, E എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. എഗെയിൻ ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു, ലെറ്റ്സ് സേ ഇവിടെ ഞാൻ ഫ്ലൂറിന് പകരം വേറെ എന്തും ആക്കാം കേട്ടോ. ഇനി ഇത് മാത്രമേ എന്ന് വിചാരിക്കരുത്. ഇവിടെ ലെറ്റ്സ് സേ എനിക്ക് ക്ലോറിൻ എഴുതിയാലും ഇതെന്തായിരിക്കും, 1 ആയിരിക്കും. യെസ്, ബിക്കോസ് ഓക്സിജനേക്കാളും ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്, ഗ്രേറ്റർ ആണ്. നൗ ഈ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ, ഈ റെസ്ട്രിക്റ്റഡ് സൈറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഈ കാർബൺ എല്ലാം ഹൈഡ്രജൻ ആണ്, പക്ഷേ ഈ കാർബൺ ഒരു കാർബണുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ Z എന്ന് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാം. റൈറ്റ്. ഇനി റൂൾ നമ്പർ 3,
ഇൻ കേസ് ഓഫ് ഐസോടോപ്സ് നമുക്ക് ഐസോടോപ്സ് വരാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് തന്നെയാണ് 1 തന്നെയാണ്. ഹയർ മാസ് വിൽ ഹാവ് ഹയർ പ്രയോറിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാ ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ആണ് അല്ലേ. ആർക്കാണ് കൂടുതൽ പ്രയോറിറ്റി? ഹയർ മാസ്. ട്രിഷ്യത്തിന് ഹയർ മാസ് ആണ് അല്ലേ. H13 ആണ് ആക്ച്വലി ട്രിഷ്യം, H12 ആണ് ഡ്യൂട്ടീരിയം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓൾറൈറ്റ്, നൗ ഇതേപോലെ നിങ്ങൾ പറയൂ ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ആർക്കാണ്? ദാ ട്രിഷ്യത്തിനായിരിക്കും നമ്പർ 1 വരിക അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും കോൺഫിഗറേഷൻ? ഇ ആയിരിക്കും. ഈ കോൺഫിഗറേഷൻ എന്താണ്? സെയിം സൈഡാണ്, അതുകൊണ്ട് സുസം ആൻഡ് സെഡ് ആയിരിക്കും നിങ്ങളുടെ കോൺഫിഗറേഷൻ വരിക. റൈറ്റ്, നൗ ട്രിപ്പിൾ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ആർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ട്രിപ്പിൾ ബോണ്ടിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നോക്കൂ, റെസ്ട്രിക്റ്റഡ് സൈറ്റ്സ് എഗെയിൻ ഇവിടെ എന്ത് വരും? 1 എന്ന് വരും. ഇനി ഇവിടെ എന്താണ്? CH ഡബിൾ ബോണ്ട് O ആണ്. ഇവിടെ എന്താണ്? സിംഗിൾ ബോണ്ട് O ആണ്. അപ്പോൾ ആർക്കായിരിക്കും പ്രയോറിറ്റി? ഇവർക്കായിരിക്കും പ്രയോറിറ്റി. അങ്ങനെയാണെങ്കിൽ Z വരും. ഇനി ഇവിടെയാണെങ്കിലോ ദാ C ഡബിൾ ബോണ്ട് C ആണ്. ഇവിടെ എന്താണ്? C ട്രിപ്പിൾ ബോണ്ട് C ആണ്. ആർക്കായിരിക്കും പ്രയോറിറ്റി കൂടുതൽ? ട്രിപ്പിൾ ബോണ്ടിനാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഈ കോൺഫിഗറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയുമാണ് നിങ്ങളുടെ EZ നോമൻക്ലേച്ചർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് RS നോമൻക്ലേച്ചറിലേക്ക് ഒന്ന് നോക്കാം. Now to RS nomenclature. What is actually R? R means rectus. Rectus എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോക്ക് വൈസ് റെപ്രസെൻറ്റേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ റെക്ടസ് R എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനിസ്റ്റർ. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനിസ്റ്റർ, വിച്ച് മീൻസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. 2 റെപ്രസെൻറ്റേഷനിലാണ് നമ്മൾ RS നോമൻക്ലേച്ചർ പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഡാഷ് വെഡ്ജ് റെപ്രസെൻറ്റേഷൻ ആണ്. വൺ ഇസ് dash wedge representation, another is Fisher projection. എന്താണ് ഡാഷ് വെഡ്ജ് പ്രൊജക്ഷനും ഫിഷർ പ്രൊജക്ഷനും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദാ ലെറ്റ്സ് സേ നമ്മൾ ഇതിനെയാണ് നമ്മൾ ഡാഷ് വെഡ്ജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. ദാ ഇവിടെ എന്തുണ്ടാവും? ഡാഷ് ഉണ്ടാവും. അതേപോലെ ഇവിടെ എന്തായിരിക്കും? വെഡ്ജ് ഉണ്ടാവും. ഈ കാർബൺ ആണ് എന്ത് പറയുന്നത്? നമ്മൾ കൈറാൽ കാർബൺ എന്ന് നമ്മൾ വിളിച്ചു പോരുന്നത്. 4 ഗ്രൂപ്പും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ വിളിക്കും ഇവരെ കൈറാൽ കാർബൺ എന്ന് നമ്മൾ വിളിച്ചു പോരും. ആൻഡ് ദിസ് ഡാഷ് റെപ്രസെൻറ്റ്സ് എവേ ഫ്രം ദി ഒബ്സർവർ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവേ ഫ്രം ദി ഒബ്സർവർ ആയിരിക്കും. ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ ഒരു ഗ്രൂപ്പ് എന്തായിരിക്കും? നിങ്ങളെ നേരെ നോക്കി നിൽക്കുന്നതായിരിക്കും. സോ ദിസ് ഈസ് ആക്ച്വലി എവേ ഫ്രം ഒബ്സർവർ. ആൻഡ് ദിസ് ഇസ് വെഡ്ജ്. ദിസ് ഇസ് ആക്ച്വലി വെഡ്ജ്. വെഡ്ജ് എന്താണ്? ടുവേർഡ്സ് ദി ഒബ്സർവർ എന്ന് നമുക്ക് പറയാം. ടുവേർഡ്സ് ദി ഒബ്സർവർ. ഇനി ഫിഷർ പ്രൊജക്ഷൻ ആണെങ്കിലോ ദാ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും അല്ലേ. ഈ സെൻട്രൽ കാർബണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൈറാൽ കാർബൺ എന്ന് വിളിക്കുന്നത്. എന്താണ്? കൈറാൽ കാർബൺ. യെസ്. അതേപോലെ ഇവിടെ എന്തുണ്ടാവും? 2 ഹൊറിസോണ്ടൽ ബോൺസ് ഉണ്ടാവും. അതേപോലെ ഇവിടെ എന്തുണ്ടാവും? 2 വെർട്ടിക്കൽ ബോൺസ് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 2 ഹൊറിസോണ്ടൽ ബോൺസ്. വി ഹാവ് 2 ഹൊറിസോണ്ടൽ ബോൺസ് and there are 2 vertical bonds എന്ന് നമുക്ക് പറയാൻ പറ്റും. 2 vertical bonds. Alright. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡാഷ് വെഡ്ജും ഫിഷർ പ്രൊജക്ഷനെയും പറ്റി ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നൗ RS നോമൻക്ലേച്ചർ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. നോക്കൂ, ഡാഷ് വെഡ്ജ് ഫോം ആണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് CIP റൂൾ, കാൻ ഇൻഗോൾഡ് പ്രിലോഗ് റൂൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം അറ്റോമിക് നമ്പർ അല്ലേ. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ അയഡിൻ ആയിരിക്കും അറ്റോമിക് നമ്പർ 1. ഇതെന്താണ്? 2. ആൻഡ് ക്ലോറിൻ എന്താണ്? 3. ആൻഡ് ഹൈഡ്രജൻ 4. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റൊട്ടേഷൻ എങ്ങനെയാണ്? ദാ 1 2 3 അല്ലേ. 1 2 3 എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ദിസ് ഇസ് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്? എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവരെന്താണ്? യെസ് കോൺഫിഗറേഷൻ ആയിരിക്കും. എന്താണ്? യെസ്. ഓക്കെ. ഇനി ഇതാണെങ്കിലോ 1 2 3 അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? R. നോമൻക്ലേച്ചർ എന്ത് കൊടുക്കും? നമ്മൾ R എന്ന് നമ്മൾ വിളിക്കും. നൗ ഒരു കാര്യം, ഇവിടെയുള്ള 4th ഗ്രൂപ്പ്, അതായത് ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഞാൻ അറിഞ്ഞുകൊണ്ട് പ്ലേസ് ചെയ്തതാണ്. ഞാൻ എവിടെയാണ്? ഡാഷ് അല്ലെങ്കിൽ എവേ ഫ്രം ദി ഒബ്സർവറിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു മാറ്റവും വരുത്തേണ്ട. നിങ്ങൾക്ക് S കിട്ടിയാൽ നിങ്ങൾ S എന്ന് എഴുതുക, R കിട്ടിയാൽ നിങ്ങൾ എന്ത് എഴുതുക? R എന്ന് നിങ്ങൾ എഴുതുക. ഇനി ലെറ്റ്സ് സേ ഇഫ് ദ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണ്? വെഡ്ജിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നോക്കൂ, ഇതാ
ഇവിടെ 1 എന്ന് കൊടുക്കുന്നു, 2 എന്ന് കൊടുക്കുന്നു, 3 എന്ന് കൊടുക്കുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക എന്താണ്? യെസ് ആണ് അല്ലേ. യെസ് ആണ് നിങ്ങൾക്ക് കിട്ടുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. പക്ഷേ ഇവിടെ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ്, ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെയാണുള്ളത്? വെഡ്ജിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സ്വിച്ച് ചെയ്യുക. അതായത് എസ് കിട്ടിയാൽ എസ് നിങ്ങൾ എഴുതരുത്, വിച്ച് ഇസ് ആർ ആയിരിക്കും നിങ്ങളുടെ നോമൻക്ലേച്ചർ സിസ്റ്റം. ആർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ ഇവിടെ 1 2 3 അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ആറാണ് അല്ലേ. ആറാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഹൈഡ്രജൻ എവിടെയാണുള്ളത്? ഹൈഡ്രജൻ ഉള്ളത് വെഡ്ജിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കത്തില്ല. നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് എന്ത് എഴുതും? യെസ് എന്ന് നമ്മൾ എഴുതും. ഇനി നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം, ഇപ്പൊ വെഡ്ജിൽ അല്ലെങ്കിൽ ഈ ലൈനിലാണെങ്കിലോ പ്ലെയിനിലാണെങ്കിലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. നമുക്ക് പറയാം, ഹൈഡ്രജൻ ഇവിടെയല്ലേ ഉള്ളത്? യെസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ലൈനിലാണുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡബിൾ സ്വിച്ച് ചെയ്യുക. ഡബിൾ സ്വിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഹൈഡ്രജനും ക്ലോറിനെയും എന്ത് ചെയ്യുക? നിങ്ങൾ സ്വിച്ച് ചെയ്യുക. അതായത് ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പിനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഡാഷ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അതേപോലെ ഇവരെയും എന്ത് ചെയ്യുക? സ്വിച്ച് ചെയ്യുക. സ്വിച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടത്തില്ലേ? ഈ ഹൈഡ്രജന് പകരം ഇവിടെ എന്ത് വന്നു? ക്ലോറിൻ വന്നു. ഈ ഡാഷ് പൊസിഷനിലേക്ക് ആര് വന്നു? ഹൈഡ്രജൻ വന്നു. ഇനി ടുവേർഡ്സ് ദി ഒബ്സർവറിലേക്ക് ആര് വന്നു? യെസ്, Br വന്നു. ഇവിടെ ഈ ലൈനിലേക്ക് ആര് വന്നു? അയഡിൻ വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നമ്പർ ചെയ്തിട്ട് ചെയ്താൽ മതി. നമ്പർ ചെയ്താൽ എന്ത് കിട്ടും? യെസ്, അയഡിന് 1 എന്ന് കിട്ടും, ബ്രോമിന് 2, ഇതെന്താണ്? 3. സോ ദിസ് വിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? യെസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സിമിലർ കേസ് ഈ ഹൈഡ്രജനും CH3 എന്ത് ചെയ്യുക? സ്വിച്ച് ചെയ്യുക. ഡബിൾ സ്വിച്ച് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ലൈനിലാണെങ്കിൽ ഇനി Cl ഉം Br എന്ത് ചെയ്യുക? സ്വിച്ച് ചെയ്യുക. അങ്ങനെ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, എന്ത് കിട്ടും നമുക്ക്? യെസ്, ഹൈഡ്രജൻ ഇവിടെ വരും അല്ലേ. ഹൈഡ്രജൻ ഇവിടെ വരും. ഇവിടെ ആര് വരും? CH3 വരും. ഇവിടെ Br വരും. ഈ ടുവേർഡ്സ് ഒബ്സർവറിലേക്ക് ആര് വരും? Cl വരും. യെസ്, ഓൾറൈറ്റ്. അപ്പോൾ ആർക്കായിരിക്കും നമ്പറിങ്? 1 2 ആൻഡ് 3. എഗെയിൻ നമുക്ക് എന്ത് കിട്ടും? യെസ് കോൺഫിഗറേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡാഷ് വെഡ്ജ് റെപ്രസെന്റേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിഷർ പ്രൊജക്ഷൻ ആണ് അല്ലെ. ഫിഷർ പ്രൊജക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലെ. കൈറാൽ കാർബൺ ആണ്. ആൻഡ് ഇവിടെ എന്തുണ്ട്? 2 ഹൊറിസോണ്ടൽ ബോണ്ട്. ലെറ്റ്സ് സേ ഞാൻ 1 2 3 4 എന്നൊക്കെ ഞാൻ എഴുതുന്നു. 2 ഹൊറിസോണ്ടൽ ബോണ്ട് ഉണ്ട്. അതേപോലെ എന്തുണ്ട്? 2 വെർട്ടിക്കൽ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു കാര്യം, അതായത് ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് എവിടെ വരണം? ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഇവിടെ വെർട്ടിക്കൽ പൊസിഷനിൽ വരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആൻസേഴ്സിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇവിടെ ഞാനിപ്പോൾ 4 എന്ന് എഴുതിയിരിക്കുന്നത് ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. ഇത് എവിടെയാണുള്ളത്? വെർട്ടിക്കൽ പൊസിഷനിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ഈ 4നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ 1 2 3 അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? യെസ് ആയിരിക്കും. നോക്കാം, നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഇഫ് ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഇസ് ഓൺ ദി വെർട്ടിക്കൽ പൊസിഷൻ ദെൻ ദി ആൻസർ റിമെയിൻസ് സെയിം. നോക്കിക്കോളൂ, ഇവിടെ 1 ഇതല്ലേ ഞാൻ കൊടുക്കേണ്ടത്? 1 2 3 ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൈഡ്രജൻ എവിടെയാണ്? വെർട്ടിക്കൽ പൊസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക. സോ ദിസ് ഇസ് വോട്ട് ആർ. ഇതെന്തായിരിക്കും? ആർ. നിങ്ങൾ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എവിടെയാണെങ്കിലോ 1 2 3 എഗെയിൻ എന്ത് വരും? ആർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓൾറൈറ്റ്, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ഓൾറൈറ്റ്. പക്ഷേ ഇനി ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിലാണെങ്കിലോ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് സ്വിച്ച് ചെയ്യണം. ആൻസർ എന്ത് ചെയ്യണം? ഒന്ന് സ്വിച്ച് ചെയ്യണം. നോക്കിക്കോളൂ, ദിസ് ഇസ് ആക്ച്വലി 1 2 ആൻഡ് ദെൻ 3 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് റൊട്ടേഷൻ ആണ്? എഗെയിൻ ദിസ് ഇസ് വോട്ട് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ആറാണ് അല്ലേ. പക്ഷേ ആറാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ എവിടെയാണ്? ഹൊറിസോണ്ടൽ പൊസിഷനിലാണ്. ലീസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഇവിടെ വേണം, വെർട്ടിക്കൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ എഴുതും യെസ് എന്ന് നമ്മൾ എഴുതും. ഇനി ഇവിടെയാണെങ്കിലോ ഇതല്ലേ 1, ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 3. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് റൊട്ടേഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. യെസ് ആണ്. പക്ഷേ യെസ് ആണോ? അല്ല. കാരണം എന്താ? ഹൈഡ്രജൻ എന്താണ്? ഹൊറിസോണ്ടൽ പൊസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ആർ കോൺഫിഗറേഷൻ ആയിരിക്കും എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓൾറൈറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ RS നോമൻക്ലേച്ചർ സിസ്റ്റം. നൗ ടു ദി DL സിസ്റ്റം. 2 സിസ്റ്റത്തിലാണ് നമുക്കിത് പറയേണ്ടിയിരിക്കുന്നത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ് സിസ്റ്റം, രണ്ടാമത്തത് അമിനോ ആസിഡ് സിസ്റ്റം. നോക്കാം നമുക്ക്. ആദ്യമായിട്ട് പറയട്ടെ, ഈ DL
എന്ന് പറയുന്നത് കുട്ടികൾ എപ്പോഴും സ്മോൾ ലെറ്റർ ഡി സ്മോൾ ലെറ്റർ എൽ. വാട്ട് ഈസ് ദിസ് റെപ്രസെന്റ് ആക്ച്വലി? ഇതെന്താണ്? ദിസ് റെപ്രസെന്റ്സ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണ്. ഓക്കെ, ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ലീവോ റൊട്ടേറ്ററി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഡി എൽ എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ സിസ്റ്റം ആണ്. ഇവർ തമ്മിൽ യാതൊരു രീതിയിലുള്ള റിലേഷനും ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കുക. ദർ ഇസ് നോ റിലേഷൻ ഓഫ് ഡി, ക്യാപിറ്റൽ ഡി ഓർ ക്യാപിറ്റൽ എൽ വിത്ത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കാർബോഹൈഡ്രേറ്റ് സിസ്റ്റം ആണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. സിമ്പിൾ ആണ്. നിങ്ങൾ ലാസ്റ്റ് കൈറാൽ കാർബൺ നോക്കുക. ലാസ്റ്റ് കൈറാൽ കാർബൺ, ദിസ് ഈസ് ആക്ച്വലി ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. അതുകൊണ്ട് തന്നെ ദീസ് ആർ ദി കൈറാൽ കാർബൺസ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇവിടെ ലാസ്റ്റ് കൈറാൽ കാർബൺ ഏതാണ്? യെസ്, 4 കൈറാൽ കാർബൺ ഉള്ളതിൽ ലാസ്റ്റ് കൈറാൽ കാർബൺ ഈ കാർബൺ ആണ്. യെസ്, ഈ കാർബൺ ആണ്. ഈ കാർബൺ ലാസ്റ്റ് കൈറാൽ കാർബണിൽ OH റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ പറയും എന്താണ്? ഡി എന്ന് നമ്മൾ പേര് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡി ഗ്ലൂക്കോസ് എന്ന് നമ്മൾ ഇതിനെ എഴുതും. റൈറ്റ്. ഇനി OH ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ നമ്മൾ എഴുതും എൽ എന്ന് നമ്മൾ എഴുതും. നോക്കി, OH എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും എൽ ഗ്ലൂക്കോസ് എന്ന് നമുക്ക് വിളിക്കും. ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എല്ലാ കാർബോഹൈഡ്രേറ്റ്സും എന്ത് കോൺഫിഗറേഷൻ ആയിരിക്കും? നമ്മൾ എങ്ങനെയായിരിക്കും? ഡി ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇനി അമിനോ ആസിഡ്, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള അമിനോ ആസിഡിൻ്റെത് എന്താണ്? എൽ ആയിരിക്കും. അത് നമുക്ക് അപ്പോൾ പറയാം കേട്ടോ. ഇനി നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്തേ, ഡി ഏതാണ്, എൽ ഏതാണെന്ന്. ലാസ്റ്റ് കൈറാൽ കാർബൺ ഇതല്ലേ? ലാസ്റ്റ് കൈറാൽ കാർബൺ ഇതെന്താണ്? ഡി ആണ്. ഇനി ലാസ്റ്റ് കൈറാൽ കാർബൺ ഇതാണ്, എന്താണ്? എൽ ആണ്. ഇനി ലാസ്റ്റ് കൈറാൽ കാർബൺ എന്താണ്? ഇതാ ഇവിടെയാണ്, റൈറ്റ് സൈഡിലാണ് OH ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഡി ആയിരിക്കും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. യെസ്. നൗ അമിനോ ആസിഡ് സിസ്റ്റം ആണ് DL സിസ്റ്റം ഇൻ അമിനോ ആസിഡ് സിസ്റ്റംസ്. അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഒരു കാർബൺ അല്ലേ. കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടാവും, NH2 ഉണ്ടാവും, COH ഉണ്ടാവും. ഇവിടെ എന്താണ്? R ഗ്രൂപ്പ്, ഒരു R ഗ്രൂപ്പ് ഉണ്ടാവും. യെസ്. ഇനി ഈ R ഗ്രൂപ്പ് ലെറ്റ്സ് സേ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. COH H, ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. NH2 ഇവിടെ H ആണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കും എന്താണ്? ഗ്ലൈസീൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ Hന് പകരം വേറെ എന്തോ ആയിക്കോട്ടെ, വേറെ എന്ത് തന്നെ ആയാലും ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിരിക്കത്തില്ലേ? അതായത് ഇവരെന്തായിരിക്കും? കൈറാൽ കാർബൺ ആവും അല്ലെ. ഹൈഡ്രജൻ അല്ലാതെ വേറെ എന്ത് വന്നാലും ഇവരെന്താവും? കൈറാൽ കാർബൺ ആവും. അങ്ങനെയാണെങ്കിൽ കൈറാൽ കാർബൺ ആയാൽ ഇവരെന്തായിരിക്കും? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും അല്ലെ. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഗ്ലൈസിന്റെ കേസിൽ ഇവർ കൈറാൽ കാർബൺ ആണോ? അല്ല. അതുകൊണ്ട് the only amino acid which is optically inactive എന്താണ്? optically inactive ആരാണ്? yes, it is glycine. ആക്ച്വലി എന്താണ്? ഗ്ലൈസീൻ ആണ്. എന്നിട്ട് ഞാൻ പറയാണ് ഐഡന്റിഫൈ ഡി ഓർ എൽ. സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. NH2 ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എന്തായിരിക്കും? എൽ എന്ന് വിളിക്കാം നമുക്ക്. ഇനി NH2 റൈറ്റ് സൈഡിലാണെങ്കിൽ എന്തായിരിക്കും? ഡി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. നോക്കിയേ നിങ്ങൾ, NH2 എന്താണ്? ലെഫ്റ്റ് സൈഡിലാണ്. ഇതെന്തായിരിക്കും? എൽ അമിനോ ആസിഡ്. ഇതെന്താണ്? NH2 റൈറ്റ് സൈഡിലാണ്. NH2 റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഡി എന്ന് വിളിക്കാം. ഇവിടെയും NH2 എന്താണ്? റൈറ്റ് സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഡി എന്ന് നമുക്ക് വിളിച്ചു പോരാം. സോ സിമ്പിൾ ആണ്, ഇത്ര കാര്യമേ ഉള്ളൂ. ഓൾറൈറ്റ്. നൗ ദ ലാസ്റ്റ് വൺ, എറിത്രോ ആൻഡ് ത്രിയോ. ഇവരും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ഒരു റിലേഷനും ഇല്ല. സിമ്പിൾ ആണ്. സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡിലാണെങ്കിൽ എന്തായിരിക്കും? എറിത്രോ. നോക്കി, ഇതല്ലേ സിമിലർ ഗ്രൂപ്പ് സെയിം സൈഡിലാണെങ്കിൽ നമ്മൾ ഇവരെ വിളിക്കും എന്താണ്? എറിത്രോ എന്ന് നമ്മൾ വിളിക്കും. ഇനി സിമിലർ ഗ്രൂപ്പ് ഡിഫറെൻറ്റ് സൈഡിലാണെങ്കിലോ നമ്മൾ വിളിക്കും ത്രിയോ എന്ന് നമ്മൾ വിളിക്കും. ഇത്ര കാര്യമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. കൺഫ്യൂസിങ് ആയിരിക്കും ചിലപ്പോഴൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.